ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 46-ാമത്തെ തിരുവചനം. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി. ചങ്കിൽ തറയ്ക്കുന്ന ഒരു ചോദ്യം നാം ഓരോരുത്തരോടും ഈ തിരുവചനത്തിലൂടെ ചോദിക്കുന്ന നമ്മുടെ കർത്താവ്. ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്കുണ്ടോ? ഇല്ല എങ്കിൽ ആ ചോദ്യം ഇന്ന് യേശു വീണ്ടും നാം ഓരോരുത്തരോടും ചോദിക്കുവാനും ആ ചോദ്യത്തിനുള്ള ഉത്തരം എത്രയും പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തി അവൻ സുവിശേഷത്തിലൂടെ പറയുന്നത് പോലെ പ്രവർത്തിച്ച് കാണിക്കുവാനും ജീവിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നമ്മിൽ ചിലർക്കെങ്കിലും അവരുടെ മനസ്സിൽ ഈ യേശുവിൻ്റെ ചോദ്യത്തിൽ വലിയ സങ്കോചമുണ്ടാവുകയില്ല. കാരണം അവരുടെ കാഴ്ചപ്പാടിൽ അവർ ദൈവത്തെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുക മാത്രമല്ല, അവൻ കൽപ്പിച്ച പോലെ, അവൻ ആഗ്രഹിച്ച പോലെ, അവൻ പറയുന്ന പോലെ ജീവിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമാണ് എന്ന് അവർക്കറിയാം. ആ ഉത്തമ ബോധ്യത്തിൽ അവർ ജീവിക്കുന്നവരാണ്. അങ്ങനെ ജീവിക്കുന്നവരാകട്ടെ കൂടുതൽ പേരും എന്ന് നമുക്ക് ആഗ്രഹിക്കാം. എന്നാൽ അവൻ്റെ ദൃഷ്ടിയിൽ യാഥാർത്ഥ്യത്തിൽ നാം അവൻ കൽപ്പിച്ച പോലെ ജീവിക്കുന്നവരാണോ എന്നതാണ് പ്രാധാന്യം. അങ്ങനെയാണോ അല്ലയോ എന്നത് ഇപ്പോഴൊന്നും നാം അറിയുവാൻ പോകുന്നില്ല, അല്ലേ? കുറച്ച് കാത്തിരിക്കണം. ആ ദിവസത്തിൽ ഞാൻ നിന്നെ അറിയും എന്ന അവൻ്റെ നമ്മോടുള്ള ആ നല്ല മൊഴി കേൾക്കുവാനായി. എന്നാൽ നാം കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു തിരുവചനം അവനിൽ നിന്നും പുറപ്പെടാതിരിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. എന്താണ് ആ തിരുവചനം? ഏതാണ് ആ സന്ദർഭം? വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിലെ സന്ദർഭം. കർത്താവെ, ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് പറഞ്ഞ് വാതിൽക്കൽ മുട്ടുന്ന എന്നോട് നീ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിക്കും, നിൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും തെരുവുകളിൽ നിന്നെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, ഞാൻ ധരിച്ചു വച്ചിരുന്നത്, അവൻ ആഗ്രഹിച്ച പോലെയാണ് ഞാൻ ജീവിച്ചിരുന്നത് എന്നാണ്. എന്നാൽ ഈ ഞാൻ ഇതാ അവൻ്റെ വായിൽ നിന്നും കേൾക്കുവാൻ ഇടവരുന്നു, നീ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല. അനീതി പ്രവർത്തിക്കുന്ന നീ എന്നിൽ നിന്നും അകന്നു പോകുവിൻ എന്ന സങ്കടകരമായ വാക്കുകൾ കേൾക്കുവാൻ ആഗ്രഹിക്കാത്ത, ഒട്ടും പ്രതീക്ഷിക്കാത്ത തിരുവചനം. ഒരുപക്ഷെ ഇനിയും എനിക്കും നമ്മളെല്ലാവർക്കും അല്പസമയം കൂടി ഉണ്ടാകാം നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം. ഏതാണ് ആ ചോദ്യം? നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് ഓരോരുത്തർക്കും കണ്ടെത്തുവാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വിശ്വാസം നമ്മുടെ വാക്കുകളിൽ മാത്രം ചുരുക്കാതെ നമ്മുടെ പ്രവൃത്തികളിലും പ്രതിഫലിപ്പിക്കണം എന്നാഗ്രഹിക്കുന്ന നമ്മുടെ കർത്താവ്, നമ്മുടെ ആത്മീയത നമ്മുടെ ചിന്തയിൽ മാത്രം നിർത്താതെ നമ്മുടെ ജീവിത ശൈലിയിലും പ്രതിഫലിപ്പിക്കണം എന്നാഗ്രഹിക്കുന്ന നസ്രായൻ, നല്ലതും സത്യമായതും അറിയുമ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ കരുതലുള്ള മനസ്സിനുടമയാകുവാൻ നമ്മെ മാടി വിളിക്കുന്ന നമ്മുടെ യേശു. ആ യേശുവിലുള്ള നമ്മുടെ സ്നേഹം, നമ്മുടെ വിശ്വാസം, അത് സത്യമാണോ? അതോ അതൊരു ഉപരിതലം മാത്രമായി ചുരുങ്ങിയിരിക്കുന്നതാണോ? സ്വയമായ വിമർശനത്തിലൂടെ, സ്വന്തമായ ആത്മപരിശോധനയിലൂടെ കർത്താവിൻ്റെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് ഓരോരുത്തർക്കും കണ്ടെത്തുവാൻ സാധിക്കട്ടെ എന്നാഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.